ഹായ് ഓൾ, ദിസ് ഈസ് ട്യൂസ്ഡേ ഈവനിങ്. ഞാൻ എണീക്കുന്നതിന് മുമ്പ് ട്രീസയുടെ കമൻറ്റ് കണ്ടിരുന്നു, ഇപ്പോൾ എണീറ്റ് പഴംപൊരി ഉണ്ടാക്കുമായിരിക്കുമെന്ന്. പക്ഷേ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയില്ല. കഥയിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വേണ്ടേ? എപ്പോഴും അങ്ങനെ പ്രതീക്ഷിക്കുന്ന പോലെ നടന്നാൽ എങ്ങനെ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും? അതുകൊണ്ടൊന്നും അല്ല കേട്ടോ, കിടന്നപ്പോഴേ ഞാൻ ഉറപ്പിച്ചിട്ടാണ് കിടന്നത് പഴംപൊരി ഉണ്ടാക്കുന്നില്ല എന്ന്. എണ്ണയൊന്നും ഇത്തിരി കുറയ്ക്കാമെന്ന് വിചാരിച്ചു. പനിയൊക്കെ നല്ലപോലെ മാറി കേട്ടോ. എനിക്ക് തോന്നുന്നത് എനിക്ക് അലർജിയുടെ കൂടെ കിട്ടിയ പനി മാത്രമാണെന്ന് തോന്നുന്നു, അല്ലാതെ പനിയായിട്ട് പനി വന്നതല്ല. അപ്പോൾ ഞാൻ ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഇന്നലെ മുടവങ്കലിൽ പോയപ്പോൾ ഞാൻ തക്കാളി മുറുക്ക്, ആക്ച്വലി ഈ പേര് കൊച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ചിരിച്ചു. ഞാൻ വിചാരിച്ചു അവനായിട്ടിട്ട പേരാണ്. അവനിങ്ങനെ ഈ വിലാസം ഞാൻ അവനെ വിളിക്കുന്നത് തന്നെ, അവൻ മലയാളം ലാംഗ്വേജ് അവൻ ഭയങ്കര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അവൻ ചില സാധനങ്ങൾക്ക് അവൻ പേരിടും. അവൻ അങ്ങനെ ഇട്ട പേരാണെന്നാണ് ഞാൻ ഈ സാധനത്തിൻ്റെത് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ പാക്കറ്റിൽ എന്തോ ടൊമാറ്റോ സംതിങ് ആയിരുന്നു. ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഈ ഓഡിയോ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇനി ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് പോയി നോക്കണം പാക്കറ്റിൻ്റെ അകത്തെ പേര് നോക്കാനാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ സംഭവം തക്കാളി മുറുക്ക്, അതിപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കൊച്ചുവിൻ്റെ തക്കാളി മുറുക്ക്. എനിക്ക് ഇന്നലെ പോയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞങ്ങൾ അന്ന് മൂന്നാർ പോയപ്പോൾ അവൻ ഇത് പറഞ്ഞ് മേടിപ്പിച്ചതും ഞാൻ കഴിച്ചതുമൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി മേടിച്ചതാണ്. പിന്നെ മാർക്ക് ലിസ്റ്റും. ഇത് ഞാനിങ്ങനെ വേണം വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആലപ്പുഴ പോയപ്പോഴാണെന്ന് തോന്നുന്നു, നിലുവിനെ പ്രഗ്നൻ്റ് ആയിട്ട് ആ ഒരു ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്തിൽ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് എനിക്ക് മാൽക്കിസ്റ്റ് വാങ്ങിച്ചു തരണം, മാൽക്കിസ്റ്റ് വാങ്ങിച്ചു തരണമെന്ന്. അങ്ങനെ വണ്ടിയിലിരുന്ന് എൻ്റെ നേരാങ്ങളമാരെല്ലാവരും കൂടെ പേരിട്ടതാണ് മാർക്ക് ലിസ്റ്റ് എന്ന്. ആരെങ്കിലും ഇവർക്ക് മാർക്ക് ലിസ്റ്റ് വാങ്ങിച്ചു കൊടുക്കും, ആരെങ്കിലും ഇവർക്ക് മാർക്ക് ലിസ്റ്റ് വാങ്ങിച്ചു കൊടുന്നായി. പിന്നെ അങ്ങനെ ഇപ്പോൾ ഞാനും ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ മാർക്ക് ലിസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ ചായക്ക് ചായയല്ല, അതും ഞാൻ ഇഞ്ചി ചായ മസാല ചായ വല്ലതൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എണീറ്റപ്പോൾ ഒരു മൂഡില്ലാന്ന്, എന്താണെന്നറിയത്തില്ല. അങ്ങനെ ഞാൻ കോഫി ഇട്ടു. രാവിലെ കോഫി കുടിച്ചില്ലല്ലോ, ബ്ലാക്ക് കോഫി ഇട്ടു. കോഫി ഞാൻ അരിക്കാറില്ല. അതിനകത്ത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഫൈൻ ഗ്രെയിൻസ് ആയതുകൊണ്ട് ഞാൻ അരിക്കാറില്ല. അപ്പോൾ വൈകിട്ടത്തെ കാപ്പി കുടിക്ക് മാർക്ക് ലിസ്റ്റും തക്കാളി മുറുക്കും ഒക്കെയാണ്. യൂഷ്വലി ഇവൻ ഈ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്, മാർക്കിസ്റ്റ് ബിസ്ക്കറ്റാണ് എടുക്കുന്നതെന്നില്ലോ, അല്ലെങ്കിൽ വേഫറാണ് എടുക്കുന്നത്. യൂഷ്വൽ ബിസ്ക്കറ്റ്സ് പോലും എടുക്കത്തില്ല. അവൻ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് തന്നെ വേഫറിനാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വേഫർ ഇവിടെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത്. പക്ഷേ ഈ സാധനം കണ്ടപ്പോൾ എനിക്കിത് മതിയെന്നും പറഞ്ഞിട്ട് കടിച്ച് പൊട്ടിക്കാൻ പോലും പറ്റുന്നില്ല. കുറേ നേരം ഇങ്ങനെ വായിൽ വെച്ചിരുന്ന് കുതിർത്തിയിട്ട് ടപ്പാന്ന് എന്തെങ്കിലും ഇങ്ങനെ സൗണ്ട് കേൾക്കും അവനത് പൊട്ടിക്കുമ്പോൾ. കറക്റ്റ് ആ പൊട്ടുന്ന പീസെല്ലാം തെറിച്ച് വെളിയിലോട്ടും പോകും. എന്നിട്ടും പാവപ്പെട്ടവൻ എങ്ങനെയൊക്കെയോ അത് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കയ്യിലെടുത്ത് ദേഹത്തൊക്കെ പൊടിച്ചിട്ടിട്ട് തിരിച്ചിട്ടു. അതൊക്കെ പിന്നെ അപ്പൻ വന്ന് വൃത്തിയാക്കുന്നതാണിത്. അവനങ്ങനെ ആ തറ മുഴുവൻ പൊടിച്ചിട്ടതിൻ്റെ അവിടെ ആലനും നിലുവും ഒക്കെ കൂടെ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ആലൻ തൂക്കാനായിട്ട് ചൂലെടുക്കുമ്പോൾ അവനും പോയി ആ പഴയ ചൂലെടുത്ത് കയ്യിൽ പിടിക്കും. ഇങ്ങോട്ട് ഒതുക്കി തൂത്തോണ്ട് വരുന്നത് അവൻ അങ്ങോട്ട് തിരിച്ച് തൂക്കും. അങ്ങനെ എന്തായാലും ആ പരിപാടികളൊക്കെ നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ തൂക്കാൻ പോയാൽ നല്ല കളിയായിരിക്കും, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. വീണ്ടും തുമ്മൽ തുടങ്ങും. അതുകൊണ്ട് ക്ലീനിങ് പരിപാടികളൊക്കെ അവർ തന്നെ ഏറ്റെടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസാണ്. നാളെ ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്. ഈ ഒരു വ്ലോഗ് നാളെ മിക്കവാറും സ്കൂളിൽ പോകുന്നത് വരെ ആയിരിക്കും. ഞാൻ എന്തായാലും വൈകുന്നേരം രാത്രി വരെ എടുത്തത് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഓഡിയോ ആഡ് ചെയ്ത് വെക്കുക. അൺടിൽ നൗ ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് നാളെ സ്കൂളിൽ പോകും എന്ന് തന്നെയാണ്. 4th സ്റ്റാൻഡേർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തീർക്കാനുണ്ട്, ക്രിസ്മസ് പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ ചെയ്യാനുണ്ട്. തട്ടിക്കൂട്ട് പരിപാടികളാണെങ്കിലും നല്ലപോലെ കളിച്ച് പ്രാക്ടീസ് ചെയ്താലേ പിള്ളേർക്ക് കോൺഫിഡൻ്റായിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ. നാളെ പോകാതിരുന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ഞാൻ സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ സ്കൂളിൽ പോകണം എന്ന് ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ആദ്യം എത്തുന്ന സംഭവം ഇഡ്ഡലി സാമ്പാറുമാണ്. സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്ക് വേറെ കറി വേണ്ട, നോൺ വെജ് ഉണ്ടാക്കണ്ട, പച്ചക്കറി വേണ്ട. കുറച്ച് മീൻ അരപ്പ് പുരട്ടിയത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്, വാള അത് പൊരിക്കാം, അല്ലെങ്കിൽ മുട്ട പൊരിക്കും. അപ്പോൾ സാമ്പാർ എന്നൊരൊറ്റ സാധനം രാവിലെ ചെയ്താൽ മതി. കറി ഐറ്റംസായിട്ട് സൈഡ് ബൈ സൈഡ് ഇഡ്ഡലി നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചെയ്താൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി കഴിക്കുകയും ചെയ്യാം, കുക്കു സാറിന് ഇഡ്ഡലിയും സാമ്പാറും കൊടുത്തുവിടുകയും ചെയ്യാം. ലഞ്ചിലേക്ക് സാമ്പാറാവും. പപ്പടം അമ്മേൻ്റെ അടുത്ത് പൊരിച്ച് വയ്ക്കാൻ പറഞ്ഞാൽ അമ്മ പപ്പടം പൊരിച്ച് വയ്ക്കും. മുട്ടയെങ്കിൽ മുട്ട, മീൻ പൊരിച്ചതെങ്കിൽ മീൻ പൊരിച്ചത്. ഇതുപോലെ എളുപ്പപ്പണി വേറെയില്ല. ഇത് ടിഫിൻ സാമ്പാറാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സാമ്പാറാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഈ ഞാൻ എൻ്റെ കിങ്സിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പ്രസീത എന്ന് പറഞ്ഞ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. പ്രസീത പറയും പുള്ളിക്കാരത്തിയുടെ മദർ ഇൻ ലോ സാമ്പാർ ഉണ്ടാക്കുന്നതിന് ഇന്ന സ്റ്റെപ്സ് ഉണ്ട് അങ്ങനെയൊക്കെ.
അത് എനിക്ക് തോന്നുന്നു ടേസ്റ്റിൽ ചിലപ്പം നല്ല വ്യത്യാസം കാണുമായിരിക്കും. പക്ഷേ എനിക്ക് ഈ സാമ്പാറാണ് ഇഷ്ടം. എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് വിസിലടിച്ച് വെന്ത് അതെ നമ്മുടെ കുക്കർ തന്നെ അത് തന്നെ വരാൻ പോണത്. അപ്പോൾ എനിക്കെന്തോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും ടേസ്റ്റ് കൂടിയിട്ടുള്ളതുമായിട്ട് ഇത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ലില്ലിയമ്മച്ചി ഇതേണക്കൊരു 2-3 സ്റ്റെപ്പൊക്കെ ചെയ്ത് സാമ്പാർ ചെയ്തിട്ട് ലാസ്റ്റ് പിന്നെ ജീരകവും ഇതുമൊക്കെ മൂപ്പിച്ച് പൊടിച്ച് അങ്ങനെയൊക്കെ ഇടും. എന്നാലും എനിക്ക് ഈ സാമ്പാറാണ് ഇഷ്ടം അതിനേക്കാളും. അതും സാമ്പാർ തന്നെ, പക്ഷേ എൻ്റെ മൈൻഡിൽ അത് ഒരു വെറൈറ്റി മാത്രം, സാമ്പാറിൻ്റെ ഒരു വെറൈറ്റി മാത്രം. ഇതാണ് അടിപൊളി സാധനം. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ടൊക്കെ തന്നെയാണ്. ചിലർ ഈ വെണ്ടയ്ക്ക തന്നെ നുറുക്കി വഴറ്റിയൊക്കെ ചേർക്കും സാമ്പാറിൽ ഡയറക്റ്റ് ചേർക്കാതെ. ഞാൻ എന്നാലും വെണ്ടയ്ക്ക ചേർക്കത്തില്ല. വെണ്ടയ്ക്കയും വഴുതനങ്ങയാണ് എനിക്ക് അധികം താല്പര്യം ഇല്ലാത്ത പച്ചക്കറികൾ. അപ്പോൾ അതേ ഞാൻ കുറച്ച് മത്തനും പിന്നെ പടവലം എന്നാണ് തോന്നുന്നു അതിന് പറയുന്നത്, വെള്ളരി, പിന്നെ ഏതൊക്കെയോ പച്ചക്കറികൾ എല്ലാത്തൊന്നും ഇന്നലെ വെട്ടുമലക്കറി മേടിച്ചിരുന്നു. അപ്പോൾ കുറച്ച് പീസസ് എടുത്ത് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഈ തോലൊക്കെ ഇങ്ങനെ വെട്ടിക്കളയുന്നത് അമ്മയിൽ ലില്ലിയമ്മച്ചി എങ്ങാനും കാണണം, നല്ലത് കിട്ടും എനിക്ക്. അവർ പച്ചക്കറി അറിയാതെ തോലുകൾ കളയണം എന്നാണ് പറയുന്നത്. മേളിൽ നിന്ന് ഇങ്ങനെ കത്തി കൊണ്ട് ഉരച്ച് കളയണമെന്ന്. പക്ഷെ ഞാൻ ആ മറ്റേ പീലർ ഇട്ട് വെച്ച് പിടിച്ച് എല്ലാത്തൊന്നും ഒരു 100-200 ഗ്രാമെങ്കിലും കളയും. അങ്ങനെ എല്ലാം ഒരുവിധം വൃത്തിയാക്കി അരിഞ്ഞൊക്കെ വെച്ചു. തക്കാളി അരിഞ്ഞു വെച്ചു. സവാള ഞാൻ അരിഞ്ഞ് ചേർക്കാറില്ല. ചെറിയുള്ളി തോലുരിച്ച് അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യാറുള്ളത്. ഇടയ്ക്ക് ആ ഒരു ചെറിയുള്ളിയുടെ പീസ് ഇങ്ങനെ പച്ചക്കറി പോലെ നമുക്ക് കിട്ടണം, അതാണ് അതിൻ്റെ ഒരു സുഖം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുഴച്ച്, വെള്ളമൊന്നും ചേർക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. നാളെ രാവിലെ പരിപ്പ് വേവിച്ചിട്ട് ഈ ഒരു സാധനം അങ്ങോട്ട് ആഡ് ചെയ്യുക. ഇത്തിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും, മഞ്ഞൾപ്പൊടി വേണ്ട, മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ. ഇത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയും കായവും പുളിവെള്ളവും കൂടെ ചേർത്ത് ഒറ്റ വിസിൽ, സാമ്പാർ റെഡി. സേറമോളുടെ അമ്മയും പറയും കേട്ടോ, സാമ്പാറൊന്നും രാവിലെ വെച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല, ഇത്തിരി പണിയുണ്ടല്ലോ എന്നൊക്കെ. അപ്പോഴും ഞാൻ ചിന്തിക്കും, സാമ്പാറിന് പണിയുണ്ടെന്ന്. സാമ്പാർ എളുപ്പമല്ലേ? അമ്മ ചമ്മന്തി അരയ്ക്കുന്നതിന് കണക്കാണ് എനിക്ക് സാമ്പാർ. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ പറയും ചമ്മന്തി അരയ്ക്കുന്നത് എളുപ്പമല്ലേ. പക്ഷേ എനിക്ക് അതിനേക്കാളും എനിക്ക് തേങ്ങ തിരുകുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും സാമ്പാർ വെക്കുന്നതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. മതി സാമ്പാർ പുരാണം ഇപ്പോൾ ഒരുപാടായി. ഇപ്പോൾ ദോശമാവ് മേടിച്ചു, അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അപ്പുറത്ത് ഗുസ്തിയായിരുന്നു കേട്ടോ. അവൻ ആ കവർ വേണമെന്ന് പറഞ്ഞു. കവറിൽ മുട്ടയും ദോശമാവുമായിരുന്നു. കവറെങ്ങാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആട്ടി കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇടിച്ച് മുട്ട ഇപ്പോൾ ചിക്കി എടുത്ത് മാറ്റേണ്ട പരുവായേനെ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ദോശമാവ് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ്. ഞാൻ പാല് മേടിച്ചുകൊണ്ട് വന്നു അമ്മാന്നും പറഞ്ഞിട്ടാണ് കൊണ്ട് തന്നത്. അങ്ങനെ ദോശമാവും ഞാൻ ഒരു ടിഫിൻ ബോക്സിലേക്ക് എടുത്ത് വെച്ചു. അതിൻ്റെ അകത്ത് ഞാൻ സോഡാപ്പൊടി ഇപ്പോൾ ചേർക്കുന്നില്ല. വീട്ടിൽ അരയ്ക്കുന്നതാണെങ്കിൽ അമ്മ സോഡാപ്പൊടി ചേർത്താണ് വെക്കുന്നത്. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ സോഡാപ്പൊടി ചേർക്കാറില്ല. ഒരു പ്രാവശ്യം ചേർത്തപ്പോഴത്തേക്ക് രാവിലെ ആയപ്പോൾ അതിങ്ങനെ മൊത്തം വെളിയിലൊക്കെ പോയി. കാരണം ഈ കിട്ടുന്ന ദോശമാവ് നമുക്ക് ഈ 3 ദിവസത്തെ എങ്ങാണ്ട് അങ്ങനെയൊക്കെയല്ലേ കിടക്കുന്ന ഡേറ്റ്. അപ്പോൾ എപ്പോൾ അരച്ചതാണെന്ന് പറയാൻ പറ്റത്തില്ല. ആവശ്യത്തിന് പുളി അതിലുണ്ടാവും, സോഡാപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. അങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ നാളെ രാവിലെ എടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോകുന്നത് പോലെ പ്രിപ്പയർ ചെയ്യണം കുക്കു സാറിനും പോകാനായിട്ട്. ഇപ്പോൾ റിവിഷൻ നടക്കുന്നതുകൊണ്ട് ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഹോം വർക്ക്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു നോട്ടും നമ്മുടെ കയ്യിലില്ലല്ലോ. പറഞ്ഞെങ്കിൽ അയച്ചു തന്നേനെ. എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സും എനിക്കും വയ്യാണ്ടിരിക്കുവാണല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും. ഞാൻ ഇന്ന് ലീവ് എടുത്തത് കൊണ്ട് അവർക്ക് മനസ്സിലായി കാണും വയ്യാന്ന്. അതുകൊണ്ടായിരിക്കും നോട്ട് അയച്ചു തന്നിട്ടില്ല. അപ്പോൾ അതിന് മുമ്പുള്ള ദിവസം മൺഡേ അവൻ സ്കൂളിൽ പോയില്ലല്ലോ. ഫ്രൈഡേ പഠിക്കാൻ കൊടുത്തുവിട്ട ഹോംവർക്ക് എന്തായാലും അവൻ്റെ കയ്യിലുണ്ടല്ലോ, അത് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിടിച്ചിരുത്തിയപ്പോഴത്തേക്ക് വേറൊരാൾക്കും പഠിക്കണം. ഒരു ഡ്രോയിങ് ബുക്കും സ്കെച്ചും പെൻസിലും എടുത്ത് കൊടുത്തു. പക്ഷേ അതിലൊന്നും ഒതുങ്ങുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങോട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കുക്കു സാറിനാണെങ്കിൽ മലയാളമായിരുന്നു കേട്ടോ പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ, സ്കൂൾ പ്രവർത്തന സമയം എപ്പോൾ മുതൽ എപ്പോൾ വരെ എന്നാണ്. അവനതിൻ്റെ ഉത്തരം പറയുന്നത് 9:30 മുതൽ 3:30 വരെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞിടാ അങ്ങനെയല്ല, മലയാളത്തിൽ മിസ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നീ ആൻസർ പറയേണ്ടത് 9:30 മുതൽ 3:30 വരെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്നാണ്. അങ്ങനെ ഞങ്ങൾ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക. കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 9, 90, 900, 9000, 90,000 ഇതൊന്നും ഞാൻ മലയാളത്തിൽ പറയത്തില്ല. എന്നെ കൊന്നാലും ഞാൻ പറയത്തില്ല, എനിക്കിഷ്ടമല്ല, അറിയത്തില്ല, അതാണ് സത്യം. 9 എന്നും 90 എന്ന് പറയുന്നിടത്ത് എനിക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് പിന്നെ ഞാൻ ആ കേസ് എടുക്കത്തില്ല. ഇനി ഇത്രയും നേരം നിലുവിന് TV കാണാനുള്ള സമയമാണ് കേട്ടോ. നിലു കാണുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് കാണുന്നത് ബ്രയാൻ ആഡംസിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ആൽബത്തിലെ കുതിരയുടെ സോങ്ങാണ് കാണുന്നത്. കണ്ണ് വയ്ക്കുന്ന തുതിര, അതാണ് അവൻ്റെ പാട്ട്. എവിടെ പോന്നു? നീ എവിടെ പോന്നു? ലില്ലി വീട്ടില?
ഗ്ലാഡി വീട്ടില കൊടയെ കൊണ്ടുപോകുന്ന എന്താ മഴ പെയ്യുന്ന ബൈ ഐ ലവ് യു. ഇട്ടേക്കുന്നത് കുക്കുസാറിൻ്റെ നിക്കറാണ് കേട്ടോ. അത് ഇത്തിരി ആഞ്ഞ് നടക്കുമ്പോൾ ഊരിപ്പോവും. അതാണ് ആ വലിച്ച് വലിച്ച് മേലെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഗാഡി വീട്ടിലെന്ന് പറഞ്ഞത് സേറമോളുടെ അമ്മ ഗ്ലാഡിസിനെയാണ് ഗ്ലാഡി എന്ന് പറഞ്ഞത് കേട്ടോ. അവൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കുരിശുംമൂട്ടിലെ സകല ആൾക്കാരെ അവൻ പേരെ വിളിക്കത്തുള്ളൂ. ആരെയും ആൻറ്റിയോ ചേച്ചിയോ ഒന്നും ചേർത്ത് വിളിക്കത്തില്ല. ശാന്താൻറ്റി എന്ന് മാത്രം ആൻറ്റി ചേർത്ത് പറയും. മൂവി ഞങ്ങൾ പിന്നെ ഇട്ടത് പോർത്തുഴൽ എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് ഒരു കൈൻഡ് ഓഫ് ത്രില്ലർ മൂവിയായിരുന്നു കേട്ടോ. ഒരു വൺ ടൈം വാച്ചിനൊക്കെ പറ്റിയ മൂവിയാണ് അതാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ മൂവി പോസ് ചെയ്തിട്ട് രണ്ടുപേർക്കും ഡിന്നർ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്ന് ഡിന്നർ എടുക്കുവാണ്. ആലന് നമ്മുടെ പോർക്ക് വിന്താലു ഇന്നലെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീസറിൽ നിന്ന് വെച്ചിട്ട് ഇന്ന് ഫ്രിഡ്ജിലേക്ക് ഉച്ചയ്ക്കാക്കിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്ത് ചൂടാക്കുന്നുണ്ട്. അതിങ്ങനെ ചൂടാക്കി അതൊരു റോസ്റ്റ് പരുവത്തിലേക്ക് വരും. റോസ്റ്റ് അല്ല, ഫ്രൈ പരുവത്തിലേക്ക് വരും. നല്ല വരണ്ട്, അത് നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ അത് ഞാൻ അവനിൽ ചൂടാക്കാൻ വെച്ചു. എനിക്കും കുക്കുസാറിനുമായിട്ട് ഉണ്ടാക്കുന്നത് ബ്രെഡ് ടോസ്റ്റാണ്. ചോറ് കുറച്ചിരിപ്പുണ്ട്. കറി പ്രത്യേകിച്ച് കറിയൊന്നും ഇരിപ്പില്ല. അമ്മ പിന്നെ നെത്തോലി ചമ്മന്തിയോ കൊഞ്ച് ചമ്മന്തിയോ ഒക്കെ ഇടിച്ചിട്ട് ചോറ് തിന്നോളും. അതുകൊണ്ട് അമ്മയ്ക്ക് എന്തായാലും ചോറ് അമ്മയ്ക്ക് വെച്ചു. ഞങ്ങൾ ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ക്ലാസിക് ഫ്രഞ്ച് ടോസ്റ്റ്. പാലും എഗ്ഗും ഷുഗറും ഇത്തിരി ഉപ്പും പിന്നെ വെനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൽ സഹായിക്കാനായിട്ട് വന്നിരുന്നത്. പക്ഷേ എൻ്റെ മൈൻഡിൽ സത്യമായിട്ടും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവനൊരുത്തനില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ പണി മര്യാദയ്ക്ക് നടന്നേനെ എന്നുള്ളൊരു ഡയലോഗ്. എല്ലാം ഇങ്ങനെ തോണ്ടി ഓരോന്നും അങ്ങനെ ഇരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ 1000 സംശയങ്ങളും കാണും. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നും ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, പച്ച മുട്ടയൊക്കെ നിനക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല എന്ന്. എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കുഞ്ഞത് ചെയ്തേ അടങ്ങും. ഞാൻ അപ്പുറത്തോട്ട് പോയ ഗ്യാപ്പിന് അതെടുത്ത് കുടിച്ചു നോക്കിയേക്കുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ ചപ്പാത്തിയും ടോസ്റ്റും ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് കുക്കുസാറെ സഹായിക്കുവാന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സഹായമാണ്. ഇന്നലെ ഒരു കമൻറ്റിലേ ചിലപ്പം ആ ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലും കാണുമായിരിക്കും. OCD ഒക്കെ ഉണ്ടെന്ന് പറയുന്നില്ലേ, അപ്പോൾ ഈ കിച്ചണിൽ വർക്ക് ചെയ്ത ഡ്രസ്സ് ഇട്ടിട്ട് നൈറ്റ് വരെ നിൽക്കുന്നുണ്ടില്ല, കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഫ്രഷ് ആയാൽ യു മൈറ്റ് ഫീൽ ഗുഡ് എന്ന്. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഇൻറ്റൻഷൻസ്. അതിപ്പോൾ അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കും അതൊരു ഡൗട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും മനസ്സിലെപ്പോഴെങ്കിലും. എനിക്ക് ഈവൻ ദോ ഐ ഹാവ് OCD, എനിക്ക് ബെഡിലോട്ട് പോകുമ്പോൾ ഐ വോണ്ട് ടു ബി ഫ്രഷ്. ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിച്ച പാത്രങ്ങൾ അത് കുക്ക് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മുടെ വീട്ടിൽ രാവിലെ ഒരു സെറ്റ് ഫുഡ് ഉണ്ടാക്കണം, ഉച്ചയ്ക്കത്തെ മെനു വേറെ ആയിരിക്കും, പലപ്പോഴും രാത്രി വേറെ സെറ്റ് ഓഫ് ഫുഡാണ്. അപ്പോൾ ഈ 3 ടൈമും ഞാൻ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്നതിന് മുമ്പ് കുളിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വീണ്ടും കഴിച്ച പാത്രവും ഇതൊക്കെ ഉണ്ടാക്കിയ പാത്രവും കഴുകേണ്ടി വരും. പിന്നെയും ഞാൻ പണിയെടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു റിലാക്സേഷൻ തോന്നാനായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ഫ്രഷ് ആവുന്നത്. മിക്കപ്പോഴും ഞാൻ അങ്ങനെ ഫ്രഷ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഒന്നെങ്കിൽ സ്ലീവ്ലെസ്സോ ഷോർട്ട്സോ നൈറ്റ് വെയേഴ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഇടുന്നത്, റിലാക്സ്ഡ് ആയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് ചില ദിവസങ്ങളിൽ ഈ സ്കൂളിൽ നിന്ന് വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് കുളിക്കും കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അങ്ങനെ നിൽക്കാൻ തോന്നുന്നില്ല, പെട്ടെന്ന് അങ്ങനെ കുളിച്ചിട്ട് ഡ്രസ്സ് മാറും. അല്ല എങ്കിൽ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ നൈറ്റേ ഫ്രഷപ്പ് ആവാറുള്ളൂ, ചേഞ്ച് ചെയ്യാറുള്ളൂ. ആൻഡ് അറിയാമല്ലോ, പിറ്റേ ദിവസം 11-12 മണി വരെ സുഖമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ അങ്ങനെ ചെയ്താലേ പറ്റൂ. പിന്നെ കുറച്ച് നേരത്തെ അത് ചെയ്യാത്തത്, നമ്മൾ പുലിച്ചിറയിലായിരുന്നപ്പോൾ ഐ യൂസ് ടു ഒരു കറക്റ്റ് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ബെയ്ത് ചെയ്യുമായിരുന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നൈറ്റ് വെയേഴ്സൊക്കെ ഇടുമായിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ വീട് നിൽക്കുന്നത് വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയിലാണ്. അപ്പോൾ എനിക്ക് നൈറ്റ് വെയേഴ്സ് ഇട്ടിട്ട് അങ്ങനെ എനിക്ക് പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഏതോ 2-3 വീഡിയോയിൽ മറ്റോ ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് സ്റ്റെപ്പ് കയറി പോകുന്ന പോർഷനിൽ മാത്രം ഞാൻ അങ്ങനെ നൈറ്റ് വെയേഴ്സൊക്കെ ഇട്ടിട്ട് പോകുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു യൂട്യൂബ് വീഡിയോസിൽ തന്നെ. അപ്പോൾ എൻ്റെ ഒരു കംഫർട്ട് സോൺ പരിഗണിച്ച് നിങ്ങൾ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കതാണ് ഇഷ്ടം. കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ക്ലീനായിരിക്കണം എന്നില്ല, എനിക്ക് വിശന്നാൽ മതി, എങ്ങനെ ഇരുന്നാലും ഞാൻ കഴിക്കും. പക്ഷെ കിടക്കാൻ നേരത്ത് ഐ വോണ്ട് ടു ബി റിലാക്സ്ഡ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റരുത്. അതായത് എൻ്റെ ഈ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനൊക്കെ തന്നെ എനിക്ക് പലപ്പോഴും കാണിക്കാൻ പറ്റാത്ത അതാണ്. ഞാൻ ഈ
സീറംസ്, മോയ്സ്ചറൈസേഴ്സ്, കാലിലെ വാസ്ലിൻ, കയ്യിൽ ബോഡി ലോഷൻ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എവിടെയും പിടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഭ്രാന്താടോ, എനിക്കങ്ങനെ ഇഷ്ടമല്ല. ഞാൻ സ്റ്റെയർ കയറുമ്പം മാക്സിമം അതിൽ പോലും പിടിക്കാതെയാണ് പോയി കിടക്കുന്നത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ അഴുക്കാവും. കയ്യിൽ എന്തെങ്കിലും നമുക്ക് ഈ മോയ്സ്ചറൈസറോ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ കൈ ഒരു വഴുവഴുപ്പല്ലേ, എവിടെ തൊട്ടാലും പിന്നെ അതെല്ലാം കയ്യിലിരിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ പിന്നെ അതുപോലെ ഞാൻ റിട്ടൈനറും യൂസ് ചെയ്യും. അതെല്ലാം കൂടെ പല്ലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി അങ്ങ് കിടക്കുക, സുഖമായിട്ട് ഉറങ്ങുക. ആൻഡ് ദാറ്റ് ഈസ് മൈ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് കഴിക്കാനിരുന്നു. അവർ കഴിച്ചു തുടങ്ങി, ഞാൻ കഴിക്കാനിരുന്നു. ആ പാത്രങ്ങളൊക്കെ ക്ലിയർ ചെയ്താലേ എനിക്ക് വന്നിരുന്ന് കഴിക്കാനായിട്ട് തോന്നത്തുള്ളൂ. കാരണം മൂവി പോസ് ചെയ്ത് വെച്ചിരിക്കുക. ഇനിയിപ്പോൾ അത് ഓണാക്കി കഴിഞ്ഞാൽ ഈ 2 പാത്രവും ഞാൻ കഴുകത്തില്ല. ഞാൻ ഇവിടെ ഇരുന്ന് പടം കാണും. ഇവർ 2 പേരും തന്നെ പോയി കഴുകണം. എൻ്റെ കുക്ക് തൂങ്ങിക്കിടന്നായാലും അത് കഴുകിക്കോളും കേട്ടോ. ആലൻ പിന്നെ ഓഫ് കോഴ്സ് ഹി വിൽ ഡു ഇറ്റ്. ആ സമയത്ത് സിങ്കിൽ 2 പാത്രം കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ കഴുകിക്കോളും. അമ്മയും നിലുവും പിന്നെയും പുറത്തൊരു റൗണ്ട് നിലുവിനെ ഉറക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഹാമൊക്കെ എടുത്ത് കൊളുത്തിയിട്ട് അതിൽ കിടത്തി ഉറക്കാൻ നോക്കിയത്. അവൻ ഭയങ്കര ബഹളം. ഇനിയിപ്പോൾ ഇവിടുത്തെ ഹോളിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്താലേ പിന്നെയും പോയി കിടക്കത്തുള്ളൂ. അപ്പോൾ വന്നപ്പോൾ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് ബഹളമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കുക, പപ്പ ഇരുന്ന് കഴിക്കുന്ന കണക്ക് കയ്യിൽ തരാം, കഴിച്ചോളാം. 1.5 ബ്രെഡ് ബാക്കിയുണ്ട്. 8 ചെയ്തു. 2 സെറ്റ് 8 ചെയ്തു. ഞാനൊരു 4 കഴിച്ചോ, 3 കഴിച്ചു കാണും. കുക്കു സാറും 2-3 കഴിച്ചു. എന്തായാലും ബാക്കി 1.5 ബ്രെഡുണ്ട്. അതിൽ 1/2 ബ്രെഡ് ഞാൻ ആ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിനകത്ത് 1 ബ്രെഡ് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാനിപ്പോൾ അലൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എങ്ങാണ് ഇതിപ്പോൾ കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഇത് എന്ത് പാടി ചെയ്ത് വെച്ചിരിക്കുന്ന, മുട്ട തേച്ച് പൊരിച്ചാൽ പോരായിരുന്നു എന്ന്. ഈ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ പാലും കൂടെ ആഡ് ചെയ്ത് ഇങ്ങനെ സോക്ക് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ടോസ്റ്റിൻ്റെ ഒരു തിക്നെസ് അതിന് വരത്തില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കാറ്. വേണമെങ്കിലും മൊരിച്ചെടുക്കാം കേട്ടോ. അത് ഒരു പുഡിങ്ങിൻ്റെ ഒരു ഇതിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പനിയൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റിയ സാധനമാണ്. വായിലിങ്ങനെ അലിഞ്ഞലിഞ്ഞ് പോവും. അപ്പോൾ അത് കയ്യിൽ മേടിച്ചിട്ട് ആദ്യം ചോദിച്ചാൽ അതാ, ഇതിൻ്റെ അകത്ത് എന്തുവാ ചെയ്ത് വെച്ചേക്കുന്നത്, മുട്ട തേച്ചങ്ങ് പൊരിച്ചാൽ പോരായിരുന്നോ എന്ന്. എന്ത് കൊടുത്താലും മിണ്ടാതെ കഴിക്കുന്ന എൻ്റെ പുത്രൻ അതും കഴിച്ചു കേട്ടോ. നല്ല കൊച്ചാന്നില്ല. പിന്നീട് വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. മൂവി തീർന്നപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങി. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇത് പിറ്റേ ദിവസം, അതായത് ഇന്ന് രാവിലെയാണ്. നമ്മളിങ്ങനെ ഒരു പേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. എപ്പോഴാണ് പണി പാളുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഞാൻ രാവിലെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം സ്കൂളിൽ പോയിട്ട് ലഞ്ച് ബ്രേക്കിന് വന്ന് അമ്മ വാരി തന്നു ചോറ്. അപ്പോൾ പെട്ടെന്ന് കഴിയും. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് കഴിക്കുമെങ്കിൽ, ഇല്ല, ഞാനൊരു 6-7 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ. അമ്മ വാരി തന്നു കഴിഞ്ഞാൽ ഞാനത് 5 മിനിറ്റ് കൊണ്ട് തീർക്കും. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഈ ഓഡിയോ ഒന്ന് ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് സമയം കിട്ടത്തില്ല. ഞാൻ 4th സ്റ്റാൻഡേർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് തലയും കൊത്തി നിൽക്കണം. ഇതിങ്ങനെ 2 പാർട്ടായിട്ട് ചെയ്തുകൊണ്ടാണ് ഇടയ്ക്ക് വീണ്ടും ഒരു ഹായ് വന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന പാടെ തന്നെ ഞാൻ സാമ്പാറിനുള്ള പരിപ്പ് ഗ്യാസിലേക്ക് വെക്കുകയാണ്. ഇന്നലെ പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ എടുത്ത് വെളിയിൽ വെച്ചു. പിന്നെ അമ്മ രാവിലെ എണീറ്റ് ഇഡ്ഡലി മാവിൻ്റെ അകത്ത് സോഡാപ്പൊടിയൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. പരിപ്പെടുത്ത് നല്ലപോലെ കഴുകി. ആ പെയിൻറ്റ് പറ്റിയത് ഇതുവരെയും തിന്നർ വെച്ച് തുടച്ച് തരാമെന്ന് പറഞ്ഞ ആൾ തുടച്ച് തന്നിട്ടില്ല. ഇനി എൻ്റെ 3-ാം മുറയൊക്കെ പ്രയോഗിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു, അതൊന്ന് തുടച്ച് കിട്ടാനായിട്ട്. സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ സ്റ്റെയിൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അത് ആ ഒരു നീല കളർ, മൊത്തത്തിൽ കിച്ചൺ കളർഫുള്ളാണെങ്കിലും അവിടെ ഒരു നീല കളർ അത് തുടച്ച് കളയണം. സ്കൂളിൽ പോകേണ്ട ദിവസങ്ങളിൽ ദോശയെക്കാളും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇഡ്ഡലിയാണല്ലോ. അതുകൊണ്ട് രാവിലെ ഇഡ്ഡലിയാണ്. ഞാനത് ഇന്നലെ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ വെക്കും, ഓരോന്നിങ്ങനെ ഫിക്സ് ആക്കി വെക്കും. എന്തിന് രാവിലെ എണീറ്റ് കിച്ചണിൽ വന്നാൽ ആദ്യം ഞാൻ എന്ത് ചെയ്യണം, എന്തെടുത്ത് ഗ്യാസിലേക്ക് വെച്ചിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. തുമ്മൽ വീണ്ടും എത്തി. ആക്ച്വലി ഈ തുമ്മൽ തുടങ്ങുന്നതേ ഞാനൊരു 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ഒരു ദിവസം രാത്രി കിടന്നിട്ട് ഇങ്ങനെ ഒരുപാട് തവണ തുമ്മി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അപ്പൻ്റെ വക അമ്മയ്ക്കൊരു ഓർഡർ, നീ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു, അത് കിടന്ന് തുമ്മിയിട്ട് അതിന് ഉറങ്ങാൻ വയ്യ, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, വിക്ടോറിയ ഹോസ്പിറ്റലിൽ ചെന്നു. ഒരു 2-3 ഡോക്ടറെയൊക്കെ കാണാൻ പറഞ്ഞു. ENT എടുത്ത് വിട്ടു. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞത് എൻ്റെ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും തുമ്മുന്നതെന്നാണ്. ഈ അലർജിയുടെ യാതൊരു ടെസ്റ്റും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അന്നൊന്നും. എനിക്ക് നല്ലപോലെ അറിയാം, ഈ കരക്കാറ്റടിക്കുമ്പോഴത്തേക്ക് തുമ്മൽ തുടങ്ങുന്നതെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലാവും. അത് ചെറുപ്പത്തിലേ നമുക്കറിയാമല്ലോ. അതായത് ഓണത്തിനും ക്രിസ്മസിനും എനിക്ക് തുമ്മൽ വരും. ഈ 2 സമയത്താണ് ഇവിടെ കരക്കാറ്റടിക്കുന്നത്. പക്ഷേ അന്നേരം ഇതൊന്നും ഇത്ര കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ലല്ലോ. അപ്പം അലർജിയുടെ ഒരു ക്ലൂ പോലും അവർക്കും ഇല്ലായിരുന്നു, അങ്ങനെ എടുത്തിട്ടും ഇല്ലായിരുന്നു. പിന്നെ ഞാനും ഒരു 5th സ്റ്റാൻഡേർഡൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മൂക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ.
കുക്കു സാറിൻ്റെ മൂക്ക് പോലെ മേലോട്ടിരിക്കുന്ന മൂക്കാണ്. അപ്പോൾ എനിക്ക് ആരൊക്കെയോ പറഞ്ഞു തന്നു, ചെറുതിലേ മൂക്ക് പിടിച്ച് നല്ലപോലെ പിടിച്ച് വെക്കാത്തതുകൊണ്ടാണ് മൂക്ക് നീളം വെക്കാതിരുന്നതെന്ന്. അപ്പോൾ ഞാൻ പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഡെയിലി ഒരു 10-20 വട്ടം മൂക്ക് അങ്ങനെ നല്ലപോലെ പിടിക്കാൻ ആണ് എന്നെ ഉപദേശിച്ച ആൾ എന്നോട് പറഞ്ഞത്. കുറച്ച് പ്രായമൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഞാനങ്ങ് വിശ്വസിച്ചു. പക്ഷേ എന്തെങ്കിലും എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ ചെയ്ത് മാറ്റണം എന്ന് വിചാരിച്ചാൽ ഓവർ ഡു ഇറ്റ്. അങ്ങനെ ഈ മൂക്ക് പിടിച്ച് നിവർത്തുന്ന പരിപാടി ഡെയിലി ഒരു 10-20 വട്ടം ചെയ്യാൻ പറഞ്ഞത് ഞാൻ ഡെയിലി രാവിലെ ഒരു 100 വട്ടവും, അതായത് എണീറ്റ് ബെഡിലിരുന്നിട്ട് ഒരു 100 പ്രാവശ്യവും, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 100 പ്രാവശ്യം വെച്ച് തകർത്തങ്ങ് മൂക്ക് നീളാനായിട്ട് ഇങ്ങനെ 2 വിരൽ മടക്കി പിടിച്ചിട്ട് മൂക്കിലിട്ട് പിടിയോട് പിടി. അപ്പോൾ ഈ മൂക്കിൻ്റെ പാലം വളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത് ഞാൻ പിടിച്ച് വളച്ചതാണോ എന്ന് സത്യമായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു. പിന്നെ അതിനൊരു സർജറി ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അന്നേരം തുമ്മൽ കുറയുമെന്നും പറഞ്ഞിട്ട്. സർജറി എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് അമ്മ നല്ല രീതിക്ക് അങ്ങ് പേടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അഞ്ജു എന്ന് പറയുന്നത്. ഇപ്പോൾ എബ്രോഡാണ് ആൾ. രാവിലെ ഇവിടെ നല്ല മഴ കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നല്ല ഇരുളും മഴയൊക്കെ ഉണ്ട്. ഇപ്പോഴും അതെ, ഇങ്ങനെ തന്നെ നിൽക്കുവാണ്, മൂടിക്കെട്ടി, വെയിലൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അഞ്ജു ജോയ്സൺ, അത് പേര് പറയുമ്പോൾ അവളുടെ പേര് എപ്പോഴും ഞാൻ അങ്ങനെ ചേർത്താണ് പറയുന്നത്. അപ്പോൾ അവളുടെ അമ്മ മായാൻറ്റി, ചെല്ലമ്മാൻറ്റിയുടെയൊക്കെ ഒരു റിലേറ്റീവാണ് കേട്ടോ. റിലേഷൻ പറഞ്ഞ് ഞാൻ വീണ്ടും ഇത് കുഴപ്പിക്കുന്നില്ല. പറഞ്ഞു ഇതുപോലെ പറഞ്ഞിട്ട് മൂക്കിൻ്റെ പാലം നേരെയാക്കണം, എപ്പോഴും മൂക്കടപ്പാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്തു. പക്ഷെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. മുമ്പ് എപ്പോഴും എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെയാണ് പിന്നീടും. ആകെ ആ ഒരു സർജറിയുടെ പെയിനും കൂടെ സഹിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്ന്. പിന്നെ നമ്മുടെ അനീചാച്ചനില്ലേ, കൊച്ചുവിൻ്റെ പപ്പ, ലില്ലിയംസിൻ്റെ അനിയത്തിയുടെ മോൻ്റെ മോൻ. അപ്പോൾ ലില്ലിയംസിൻ്റെ അനിയത്തിയുടെ മോനാണ് അനിയച്ചാച്ചൻ, കൊച്ചു മോൻ്റെ മോൻ. വീണ്ടും കൺഫ്യൂഷൻ. പോട്ടെ, എൻ്റെ ചേട്ടൻ, എൻ്റെ പപ്പയുടെ കസിൻ ചേട്ടനും ഇതുപോലെ മൂക്കിൻ്റെ പാലം നിവർത്തിയാൽ ഇതെല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് പോയി സർജറി ചെയ്തു. പക്ഷേ ഒരു യൂസും ഉണ്ടായില്ല എന്ന്. ഇത് രണ്ടും കേട്ടപാടെ അമ്മയും അപ്പനും അത് വേണ്ടാന്ന് വിചാരിച്ചു. ഞാനും അത് വേണ്ടാന്ന് തന്നെ വെച്ചു. ഇതിൻ്റെ അകത്ത് ഇനി കുത്തികളക്കലും പരിപാടി. അന്ന് സർജറി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്ത് പേടിയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ ആക്ച്വൽ റീസൺ ഈ അലർജിയാണ് കേട്ടോ. അത് പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇത്രയും വൈകിയെന്ന് മാത്രം. അപ്പോൾ അതേ പരിപ്പ് വെന്തു. പരിപ്പിന് ഞാൻ ഒരു വിസിലേ എടുത്തിട്ടുള്ളൂ. ഉപ്പിട്ട് തന്നെയാണ് പരിപ്പ് വേവിച്ചത്. പച്ചക്കറികൾ ഓൾറെഡി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിലേക്കും ഇനി ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. അരിഞ്ഞു വെച്ച പച്ചക്കറികളും പിന്നെ പുളി വെള്ളത്തിലിട്ടാണല്ലോ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അത് ഏകദേശം നല്ലപോലെ അലിഞ്ഞ് ഒരു പരുവായിട്ടുണ്ട്. നല്ല തിക്കൊരു ലിക്വിഡ് നമുക്ക് കിട്ടും. ഇപ്പോൾ അത് പരിപ്പിലേക്ക് ഒഴിക്കാം. അമ്മ വന്ന് നോക്കിയതാണ് കേട്ടോ. ഈ കുട്ടി ഇഡലി ഞാൻ ആർക്കായി ചെയ്ത് വെക്കുന്നതെന്ന്. കുക്കു സാറിനായിട്ട് ചെറിയ ഇഡലി വെച്ചതാണ്, അവന് പെട്ടെന്ന് എടുത്ത് കഴിക്കാനുള്ള എളുപ്പത്തിന്. എന്നിട്ട് നമ്മുടെ പരിപ്പിലേക്ക് ഇന്നലെ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചക്കറികളൊക്കെ ഇടാം. അതിൽ പൊട്ടറ്റോയ്ക്ക് പോലും ഒരു നിറമാറ്റവും വരുത്തില്ല. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇടുമ്പോൾ അത് നല്ലപോലെ തന്നെ ഇരിക്കും കേട്ടോ. പച്ചക്കറികളുടെ കൂട്ടത്തിൽ തന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി ഒരു ഫുൾ ടേബിൾ സ്പൂൺ, പിന്നെ മുളക് പൊടി കുറച്ച്. ഒത്തിരി ചുവന്ന കളറ് സാമ്പാറിന് വേണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടില്ല കളറിന് വേണ്ടിയിട്ട്. അത് താളിക്കുമ്പോൾ ഞാൻ ഇത്തിരി ചേർക്കും കേട്ടോ. പിന്നെ ഇത് സാമ്പാർ പൗഡറാണ്. ലാസ്റ്റ് ടൈമും ഇവിടെ അടുത്ത കടയിൽ നിന്നാണ് മേടിച്ചത്. 10 രൂപയുടെ ഒരു പാക്കറ്റിൽ 2 പ്രാവശ്യം സാമ്പാർ ചെയ്യാം കേട്ടോ, ഞാൻ ഇടുന്ന കണക്ക് വെച്ചിട്ടാണെങ്കിൽ. പിന്നെ കായവും, അതായത് സാമ്പാറിൽ വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ താളിക്കുന്നത് ഒഴിച്ച് വേറെ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഈ ഒരു സ്റ്റേജിൽ ചെയ്തിട്ട് ഇതങ്ങനെ നമുക്ക് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒരു 2 വിസിലടിച്ചെടുക്കാം. പപ്പായയും തക്കാളിയൊക്കെ മാത്രമാണെങ്കിൽ ഞാൻ ഒരു വിസിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ പച്ചക്കറികളും ഉണ്ടല്ലോ, അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ വേവണം. അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 വിസിലടിച്ചാൽ നമ്മുടെ ഈ സാമ്പാർ റെഡിയായി കിട്ടും. ഈ ഒരു തുമ്മലിൻ്റെയും മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവിൻ്റെയും എപ്പിസോഡ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം ഇതുപോലൊരു സർജറിയുടെ കേസ് കേട്ട് വന്നത്, ഞാൻ ജസ്റ്റ് മിററിൽ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് എൻ്റെ കഴുത്തിൻ്റെ റൈറ്റ് സൈഡിൽ നെക്കിൻ്റെ താഴെയായിട്ട് ഇത്തിരി പൊങ്ങി നിൽക്കുന്നത് പോലെ. അത് തൊട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു കല്ല് പോലെ എന്തോ ഇരിക്കുന്നു. എനിക്ക് പെയിനും ഒന്നുമില്ല. അങ്ങനെ ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് ഇതെന്താണെന്ന് അറിയാനായിട്ട് അവിടെ ഇങ്ങനെ തൊട്ട് നോക്കി. അങ്ങനെ അടുപ്പിച്ച് തൊട്ടും തള്ളിയൊക്കെ നോക്കിയത് കൊണ്ടായിരിക്കണം ഇപ്പുറത്തെ സൈഡിലില്ല. അപ്പോൾ സാധാരണ വേറെ ആരുടെയും കഴുത്തിലില്ലാത്തൊരു സാധനം അതിന് ഇത്തിരി പെയിൻ ആവാൻ തുടങ്ങി. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് പ്രസ് ചെയ്ത് നോക്കിയത് കൊണ്ടാവണം. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മയുടെ അടുത്ത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഗ്രാൻഡ് ഫാദർ ഇരിപ്പുണ്ടായിരുന്നു, ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. ആ അപ്പൂപ്പൻ എന്തെങ്കിലും പറഞ്ഞു, ഇത് പെയിൻ ഇല്ലാത്തതൊന്നും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, കൊണ്ട് കാണിക്കണം, എന്താണെന്ന് നോക്കണം എന്നൊക്കെ. പിന്നെ വരുന്നവരും പോകുന്നവരും ഒക്കെ ഇതെന്താണെന്ന് അറിയാനുള്ള പിടുത്തമായി കഴുത്തിൽ. അങ്ങനെ ഇതും കൊണ്ട് നമ്മൾ വീണ്ടും വിക്ടോറിയ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടുത്തെ ആ ഒരു ഡോക്ടറിൻ്റെ മോളോ മോനോ മറ്റോ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ ഞാൻ പിന്നീട് പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. എല്ലിൻ്റെ ഒരു ഡോക്ടറായിരുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ പേര്. ഒരു ക്രിസ്ത്യൻ നെയിമായിരുന്നു. ഞാൻ നല്ലപോലെ ഓർക്കുന്നില്ല, ഐ ഡോണ്ട് റിമെമ്പർ വെൽ.
അപ്പോൾ പുള്ളിക്കാരനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ആ പ്രസ് ചെയ്തതിൻ്റെയാണ് ചെറുതായിട്ട് എനിക്ക് വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേദനയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സ്കാനിങ് ആയി, എക്സ്റേ ആയി, പിന്നെ അതിൻ്റെ വക ഒരു ബഹളം. പൊരിക്കാനായിട്ട് വാളയുണ്ടെന്ന് പറഞ്ഞതാണ് ഈ പൊരിച്ചെടുക്കുന്നത്. ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു ചോറ്, സാമ്പാർ, വാള പൊരിച്ചത്, വെളുത്തുള്ളി അച്ചാർ, പപ്പടം ഞാൻ അമ്മയടുത്ത് കാച്ചി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൊരിച്ച മീൻ അലനും കുക്കുനേ ഉള്ളൂ. എനിക്കും അമ്മയ്ക്ക് ഉണക്കമീൻ മതി സാമ്പാറിൻ്റെ കൂടെ. അതാണ് ആ കഷ്ണത്തിൽ ഇത്തിരി കുറവ്. അങ്ങനെ എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞ് സംഭവം കണ്ടുപിടിച്ചു. അതായത് എൻ്റെ രോഗം ഡയഗ്നോസ് ചെയ്തു. സെർവിക്കൽ റിപ്പ്, ഒരു സൂപ്പർ ന്യൂമററി റിപ്പ്, ആൻഡ് ഓവർ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്വേഴ്സ് പ്രോസസ് ഓഫ് ദ സെർവിക്കൽ സ്പൈൻ വെർട്ടിബ്ര. മനസ്സിലായില്ലല്ലേ? എനിക്കും മനസ്സിലായിട്ടില്ല. എന്തായാലും ആ മാരക രോഗത്തിന് അടിമയാണ് ഞാനെന്നൊക്കെ പറയാം. അങ്ങനെ പറയാൻ കാരണമുണ്ട് കേട്ടോ. ഈ സെർവിക്കൽ റിബ് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർ എന്നോടും അമ്മയോടും പറഞ്ഞു, പേരെന്താ? ഞാൻ പറഞ്ഞു ലയോണ. ലയോണയ്ക്ക് ഒരു എല്ല് കൂടുതലാണ്, വേറൊരു കുഴപ്പവുമില്ല, അത് വളരത്തുമില്ല, അത് പെയിൻഫുള്ളായിട്ടൊന്നും വരത്തില്ല, ഒരെല്ല് കൂടുതലാണെന്നേ ഉള്ളൂ എന്ന്. അപ്പം അതാണ് എൻ്റെ രോഗം, ഒരെല്ല് കൂടുതലാണ്. ഈ സെർവിക്കൽ റിബ് എന്ന് പറയുന്ന സംഭവം അപ്രോക്സിമേറ്റ്ലി 0.5 to 1% ഓഫ് പോപ്പുലേഷനിലെ കാണത്തുള്ളൂ. ആ ഒരാൾ ഞാനാണ്. അങ്ങനെ ആ ഹോസ്പിറ്റൽ വിസിറ്റിന് ശേഷം വീട്ടിൽ വന്ന് കഴുത്തിലെന്ത് പറ്റിയതാണെന്ന് ചോദിച്ചവരോടൊക്കെ എൻ്റെ അമ്മ അതേ ഡയലോഗ് തന്നെ പറഞ്ഞു. അവൾക്കൊരെല്ല് കൂടുതലാണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന്. അപ്പോൾ അതാണ് സംഭവം. ഈ 2 കാര്യങ്ങൾക്കാണ് ഞാൻ ലൈഫിൽ സർജറി വേണം എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 1ാമത്തെ സി സെക്ഷനായി, 2ാമത്തെ സി സെക്ഷനായി, പ്രസവം നിർത്തുന്നതിൻ്റെ സർജറിയായി. പിന്നെ സർജറി ഒന്നും നമുക്കിപ്പോൾ ഒരു വിഷയമേ അല്ലാതായി. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇഡ്ഡലിയുടെയും സാമ്പാറിൻ്റെയും ഒക്കെ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഞാനങ്ങ് കഴുകി മാറ്റി കുക്കു സാറിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞിഡലി ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ ഇഡലി എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതാക്കി. അപ്പോഴേക്കും മേളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. പാല് വേണ്ടേ നിലൂന്ന് ചോദിച്ചാൽ മതി, അവിടെ നിന്ന് ഇങ്ങനെ തുള്ളി തുള്ളി ചിരിച്ചുകൊണ്ട് ഓടി വന്നോളും. പിന്നെ ഞാൻ മീനൊക്കെ ഇപ്പോൾ തിരിച്ചിടാൻ പോവാം. കറിവേപ്പില ഇല്ലായിരുന്നുകൊണ്ട് ആൾക്കാരൊന്നും തിരിഞ്ഞ് വീഴുന്നില്ല. എല്ലാം ലേശം അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു 2 ദിവസമായില്ലേ മീൻ പൊരിച്ചിട്ടും. അപ്പം നല്ലപോലെ സോപ്പിട്ട് കഴുകി ഉണക്കാൻ വെച്ചതിൻ്റെയാണെന്ന് തോന്നുന്നു. അതിൽ എണ്ണമയം അത്രയ്ക്ക് അങ്ങോട്ടില്ല. ഒരു പിടുത്തം മീനിനൊക്കെ. തുമ്മൽ കുറഞ്ഞു കേട്ടോ, നല്ല രീതിയിൽ കുറഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ ഒരു ഒറ്റ തുമ്മൽ, അല്ലെങ്കിൽ ഒരു 2 തുമ്മൽ. മാക്സിമം നമ്പർ ഓഫ് തുമ്മൽ ഞാനിന്ന് രാവിലെ തുമ്മിയത് ഒരു 3 എണ്ണമാണ്. അപ്പോൾ എൻ്റെ ടാബ്ലറ്റ്സൊക്കെ ഏൽക്കുന്നുണ്ടെന്ന സാരം. അങ്ങനെ വീണ്ടും അലർജി തോറ്റു, ലെവോസിട്രസിൻ ജയിച്ചു. ഹെൽത്ത് ഓക്കെ ആയിട്ട് വീഡിയോ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞവരുടെ അടുത്തൊക്കെ എനിക്ക് താങ്ക്സ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലോ, അത്രയൊക്കെ ഇറ്റ് മീൻസ് ദാറ്റ് ഞാൻ എന്തൊക്കെയോ ആണെന്നൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ. നല്ലൊരു ഫീലിംഗ് ആട്ടോ അങ്ങനെയൊക്കെ കേൾക്കുന്നത്. എടാ എങ്ങനെ ഉണ്ടെന്നൊരു മെസ്സേജും. അപ്പോൾ ഇറ്റ് മേക്സ് മീ ഫീൽ ഗുഡ്. അപ്പോൾ എന്തായാലും ഞാൻ സ്കൂളിൽ പോകാമെന്ന് തീരുമാനിച്ചല്ലോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. എനിക്ക് അത്രയ്ക്ക് വയ്യായികയില്ല. പെർഫെക്റ്റ്ലി ഫൈൻ എന്ന് പറയാൻ പറ്റത്തില്ല. പനിയില്ല, തുമ്മുന്നതല്ലേ, അത് പിന്നെ കൂടപ്പിറപ്പായിട്ടുള്ളത് കൊണ്ട് തുമ്മി അങ്ങ് തീർക്കാം. നമ്മുടെ സാമ്പാറിൻ്റെ പച്ചക്കറികളൊക്കെ നല്ല രീതിക്ക് വെന്തു. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യണം. മല്ലിയില മേടിച്ചുകൊണ്ട് വന്നപ്പോഴേ ഞാൻ അതിൻ്റെ വേരിൻ്റെ ഭാഗമൊക്കെ പിച്ചി കളഞ്ഞിട്ട് അങ്ങനെ തന്നെ കുപ്പിയിലെടുത്ത് വെച്ചതാണ് കേട്ടോ. വാഷ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആ അടുക്കി പറിക്കുന്ന വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അന്ന് ഞാൻ സ്കൂളിൽ നിന്ന് വയ്യാണ്ട് വന്നതല്ലേ, അപ്പോൾ വലിയ പരിപാടികളൊന്നും നടത്താതെ തന്നെയാണ് എല്ലാം കൂടെ വാരിപ്പറക്കിയൊക്കെ വെച്ചത്. ആകെ തക്കാളി മാത്രം കണ്ട് ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം തക്കാളി എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും കഴുകാൻ മറന്നു പോകും. അതുകൊണ്ട് അത് മാത്രമേ വാഷ് ചെയ്യാതെ വെച്ചുള്ളൂ. അങ്ങനെ നമ്മുടെ മല്ലിയില കഴുകിയത് ഇതിൻ്റെ മീതേക്ക് പിച്ചി അങ്ങോട്ട് ഇടാം. ഇതിന് താളിക്കണം കേട്ടോ. സാമ്പാർ ഇത്രയും വെക്കുന്നത് അറിയാമല്ലോ, ബ്രേക്ക്ഫാസ്റ്റിന് വേണം, ഉച്ചയ്ക്ക് ലഞ്ചിനും വേണം, ഉണ്ടെങ്കിൽ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുകയും വേണം. ദോശമാവ് എന്തായാലും ബാക്കി വരും. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണെങ്കിൽ നാളെ ദോശയായിരിക്കും. പക്ഷേ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ചിലപ്പോൾ വീണ്ടും ഇഡ്ഡലി തന്നെ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഞാൻ താളിക്കാനായിട്ട് അവിടെ നമ്മുടെ ആ ചെറിയ കടായി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ടാണ് കേട്ടോ ഞാൻ താളിക്കുന്നത്. ചെറിയുള്ളി യൂസ് ചെയ്യത്തില്ല. സാമ്പാർ താളിക്കുന്നത് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് താളിക്കുന്നതാണ് എനിക്കിഷ്ടം. മിക്സ്ചറിൻ്റെ ഒരു മണമൊക്കെ വരും അങ്ങനെ താളിക്കുമ്പോൾ. പക്ഷേ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് വെളുത്തുള്ളിയും വറ്റൽ മുളകും കൂടെ, നമ്മുടെ പിരിയം മുളക്, അമ്മ ഉണക്കി വെച്ചിരിക്കുന്ന മുളകും കൂടെ ചേർത്ത് താളിച്ചിട്ടു. പിന്നെ കുറച്ച് കറിയെടുത്ത് ബാക്കിയുള്ള എണ്ണ വടിച്ചെടുത്തു. അമ്മ എപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയും. അത് കഴുകത്തില്ല. ഞാനിപ്പോൾ അത് സിങ്കിലോട്ട് വെച്ചാൽ അതും എടുത്ത് തിരിച്ച് വന്ന് വീണ്ടും ഇവിടെ പണിയാൻ നിൽക്കും. അപ്പം ഞാൻ തന്നെ അതങ്ങ് ചെയ്യുന്നതല്ലേ നല്ലത്. കുക്കു സാറിന് ഇന്ന് ലഞ്ചിന് കുഞ്ഞു ഇഡ്ഡലിയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഇഡ്ഡലി, അതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അതൊക്കെ തപ്പിപ്പറക്കി എടുത്ത് വെച്ചു. ഇതിപ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നെങ്കിലും ഇല്ല കേട്ടോ. ദോശയുടെ ഒരു തിക്നെസ്സിനേക്കാൾ ഒരു ഇത്തിരി കൂടെ ഉള്ളൂ. അതുകൊണ്ടത് ഞാനൊരു 10 എണ്ണം അവന് തന്നെ വെച്ചത്. അതത്രയും കഴിക്കുമ്പോൾ ഒരു സന്തോഷം. 10 എണ്ണം ഉണ്ടെങ്കിലും നമ്മൾ ഇഡ്ഡലിക്ക് ഇപ്പം 1 സ്പൂൺ മാവ് എടുക്കുന്നു എന്ന് വയ്ക്കുക, ഒരു 2 ഇഡ്ഡലി ഉണ്ടാക്കാൻ വല്ലതും പറ്റുമായിരിക്കും.
അങ്ങനെ ഒരു സ്പൂണേ ഉള്ളൂ ഒറ്റ തട്ടിൽ ഒഴിക്കാനായിട്ട്, ഈ കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി ആയതുകൊണ്ടേ. അപ്പോൾ ഫലത്തിൽ അവനൊരു 3-3.5 ഇഡ്ഡലിയേ കഴിക്കുന്നുള്ളൂ. ഞാൻ ഈ 2 ഇതിലും സാമ്പാർ വെക്കുന്നുണ്ട്. മല്ലിയിലയും പിരിയമുളകും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കഴിക്കത്തില്ല. തക്കാളിയുടെ തൊലി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് അവൻ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ അത് അരിച്ച് പെറുക്കിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പൊട്ടാറ്റോ ഇഷ്ടമാണ്. പിന്നെ ബാക്കി പച്ചക്കറികളെല്ലാം പൊട്ടാറ്റോ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ പറയും എല്ലാം പൊട്ടാറ്റോ ആണെന്ന്. കാരണം ഇതിലാകെ ഒരു ഇത്തിരി നിറവ്യത്യാസമുള്ളത് മത്തങ്ങയൊക്കെ മാത്രമാണ്. അതും ഇതിൻ്റെ കൂടെ കിടക്കുമ്പോഴത്തേക്ക് അറിയത്തില്ല, എല്ലാം കണക്കായിട്ട് തന്നെ ഇരിക്കും നിറത്തിൽ. പിന്നെ ആസ് യൂഷ്വൽ അമ്മ ചോറിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലുപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് അതും വെച്ചിട്ടുണ്ട്. സ്നാക്സിന് നമ്മൾ ബ്രെഡ് മേടിച്ചത് ഇനിയും ബാക്കിയിരിപ്പുണ്ടല്ലോ, അപ്പോൾ ഇതിരുന്നിരുന്ന് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് വീണ്ടും ബ്രെഡ് തന്നെയാണ് സ്നാക്സിന് കൊടുത്തു വിടുന്നത്. ബ്രെഡിൻ്റെ പുറത്ത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് ഒരു ബ്രെഡും കൂടെ എടുത്ത് വെച്ചു. ബിസ്ക്കറ്റ് കൊടുത്തു വിടാറുന്നതിന് ദേഷ്യം കാണിക്കും വൈകിട്ട് വരുമ്പോഴേക്കും. പക്ഷേ തുറന്ന് ബ്രെഡിൻ്റെ അകത്ത് പൊളിച്ച് നോക്കും. ചോക്ലേറ്റ് സിറപ്പാണെന്ന് കാണുമ്പോഴത്തേക്ക് ലേശം സന്തോഷമൊക്കെ വരും. എന്നാലും ഇനിയിപ്പോൾ വൈകിട്ട് വന്നിട്ട് ബിസ്ക്കറ്റ് കഴിക്കാൻ നിൽക്കും കേട്ടോ. അങ്ങനെ അതാ ലഞ്ചും സ്നാക്കും ഒക്കെ പാക്ക് ചെയ്തു. ഞാൻ ഇന്ന് ലഞ്ച് എടുക്കാം എന്ന് വിചാരിച്ചതാണ്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ, ഓഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ വീട്ടിൽ വരണം. അപ്പോൾ അമ്മയുടെ കൈ കൊണ്ട് വേഗം ചോറും തിന്നിട്ട് ഓഡിയോ ആഡ് ചെയ്യുകയും ചെയ്യാം, ഇതെനിക്കിന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. സ്കൂളിലും ഏകദേശം എൻ്റെ പരിപാടികളൊക്കെ ഒതുങ്ങി. ഇനി ക്രിസ്മസ് പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസിലോട്ട് ഒന്ന് കറക്റ്റായിട്ട് ഇറങ്ങണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇടയ്ക്ക് അതും കൂടെ ആവുന്നതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നില്ല. മെയിൻ റീസൺ ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ കുറച്ചധികം കളർഫുള്ളാക്കണം. പിള്ളേരൊക്കെ ആകെ ബോറടിച്ചിരിക്കുക. ഓണം സെലിബ്രേഷൻ്റെ ടൈമിൽ നമ്മുടെ ഈ വയനാട് ഇഷ്യൂ കാരണം സ്കൂൾസും പിന്നെ ഗവൺമെൻറ് ഓഫീസസും ഒക്കെ ഓണം സെലിബ്രേഷൻ ക്യാൻസൽ ചെയ്തിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് അത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ പല സ്കൂൾസും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ കളർ ഡ്രസ്സ് ഇടാൻ പെർമിഷൻ കൊടുത്തു എന്ന് മാത്രമേ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. സെലിബ്രേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ദേ എൻ്റെ ടിഫിൻ സാമ്പാറും ഇഡ്ഡലിയും കൂട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ, സാധാ സാമ്പാറിനേക്കാളും നല്ല കൊഴുത്ത് കുഴഞ്ഞിരിക്കും കേട്ടോ ഈ കുക്കറിൽ കിടന്ന് വേവുന്നത് കൊണ്ട്. കുക്കു സാറ് നേരത്തെ എണീറ്റ് വന്നിട്ട് ബ്രഷ് ചെയ്യെന്ന് പറഞ്ഞിട്ട് കുറേ നേരം വീണ്ടും ഇവിടെ സോഫയിൽ കിടന്നിട്ട് 2-3 വഴക്കൊക്കെ കിട്ടി. ഇപ്പോൾ എണീറ്റൊന്ന് ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ലേറ്റ് ആവുന്നതിൻ്റെ മെയിൻ കാരണം ഇവനൊരുത്തനാണ്. രാത്രി എന്നാൽ കുറച്ച് നേരത്തെ ഉറങ്ങാൻ പറഞ്ഞാൽ അതും ചെയ്യത്തില്ല. ഞാനും ആലനും നിലും എല്ലാവരെയും കിടക്കണം അവൻ കിടക്കണമെങ്കിൽ. അവനെ കിടക്കാൻ വെറുതെ കിടന്നാൽ മതി, ഫാൻ നോക്കി കിടന്നാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ അന്നേരം അവൻ അതുപോലെ തന്നെ അനുസരിക്കും, കിടന്നുറങ്ങത്തില്ല. അങ്ങനെ തന്നെ ഇരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തലപൊക്കി നോക്കും ഞാൻ എവിടെ ഉണ്ടോ, അലൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, നിലു ഉറങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. നിലുവിനെ ഉറക്കാനാണെങ്കിൽ അവന് കുക്കു കിടക്കണം, എന്നാലേ നിലുവും കിടക്കത്തുള്ളൂ. ഇപ്പോൾ ഹാമക്കിൽ 3 പേരും കൂടെയാണ് രാത്രി കിടക്കുന്നത് ഉറങ്ങാനായിട്ട്. പക്ഷേ അവൻ ഉറങ്ങത്തില്ല. അമ്മയും നിലു അവിടെ കിടന്നുറങ്ങും, അവനിങ്ങ് തിരിച്ചകത്ത് വരും. അപ്പം വേണമെന്നും പറഞ്ഞിട്ട് നിലുവും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു അവന് വേറൊരു പാത്രത്തിൽ കൊടുക്കാനായിട്ട്. ഞങ്ങൾ കഴിക്കുന്ന ഒരു പേസിൽ അവൻ കഴിച്ചെത്തത്തില്ലല്ലോ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ തീരും. അപ്പോൾ ഒരു 3-4 പിടിയോ മറ്റോ അവന് കിട്ടിയാലേ അവൻ പെട്ടെന്ന് കഴിച്ചോളും. പക്ഷേ നിലു വാ കഴിക്കാം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം നിന്ന് കറങ്ങി നമ്മുടെ എന്തുവാ പറയുന്നത്, നമ്മുടെ കൂടെ കളിക്കുന്ന കണക്ക് അവൻ കുറച്ച് നേരം നിന്ന് ആക്ട് ചെയ്യും. അപ്പോൾ ലേറ്റ് ആവുകയും ചെയ്യും, അവൻ്റെ വയറ്റിലൊന്നും ചെല്ലത്തുമില്ല. ഇതൊന്നുമല്ല, മെയിനായിട്ട് എനിക്ക് ഇവരൊക്കെ എത്രയൊക്കെ കഴിച്ചെന്ന് അറിയാൻ പറ്റത്തില്ല. ഞാൻ ഈ 4 ഇഡ്ഡലി എടുത്ത് വെച്ചിട്ട് ഞാൻ കറക്റ്റ് 2 എണ്ണം മാറ്റി വെച്ചിട്ടാണ് കഴിക്കുന്നത്. 2 എണ്ണം കുക്കുവിനെ കൊണ്ടും കഴിപ്പിക്കും. അവന് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാലും കൂടെ ഉള്ളതുകൊണ്ട് അത്രയും തന്നെ മതിയാവും. ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല മഴയായിരുന്നു എന്ന്. ഇപ്പോഴും മഴ ചാറ്റലുണ്ട്. പിന്നെ ഇപ്പോൾ വണ്ടിയിൽ പോകണമെന്നും പറഞ്ഞിട്ട് ഈ പുതപ്പൊക്കെ മൂടി ഇറങ്ങിയാൽ വീണ്ടും ഞാൻ ലേറ്റാവും. ചാറ്റൽ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുക്കു സാറ് റെയിൻകോട്ട് എടുത്തതാണ്. പിന്നെ പറഞ്ഞ് തൊപ്പി മാത്രം വെച്ചാൽ മതി, പെട്ടെന്ന് അങ്ങ് പോകാമെന്ന്. അപ്പോൾ എന്നാൽ ഞങ്ങൾ സ്കൂളിലേക്ക് പോട്ടെ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ബൈ.